കിടിലൻ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു HW22 എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു സ്മാർട്ട് വാച്ചാണ്. ഇതാണ് നമ്മൾ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. HW22 Plus എന്ന് പറഞ്ഞ ഈ ഒരു വേരിയൻ്റാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ HW22 ഈ ഒരു സീരീസിൽ നമ്മളിപ്പോൾ ഇതിന് മുമ്പായിട്ട് നമ്മൾ 3 വാച്ച് ചെയ്തിട്ടുണ്ട്. നോർമലായിട്ടുള്ള HW22, അതുപോലെ തന്നെ 22 Pro, പിന്നെ 22 Pro Max. ഇതിപ്പോൾ അതിൽ പെട്ട 4ാമത്തെ ഒരു വേരിയൻ്റാണ് HW22 Plus എന്ന് പറഞ്ഞ വേരിയൻ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ മാക്സിമം മറ്റുള്ളവർക്ക് ഷെയർ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബോക്സ് ഇതുപോലൊരു ആഷ് കളർ ബോക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്ന HW33 Plus ആയിരുന്നു. അതിൻ്റെ ബോക്സ് വന്നിട്ടുള്ളത് ഒരു യെല്ലോ ആയിരുന്നു. ഇതൊരു ആഷ് കളറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ കവറൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ വാച്ച് ഒന്ന് പുറത്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ കവർ കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഇവിടെ നമുക്ക് മുകളിലൂടെ കാണാൻ സാധിക്കും വാച്ചിൻ്റെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. HW22 Plus എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണുന്നത് ഈ ഒരു രീതിയിലുള്ള ഒരു വയർലെസ് ചാർജറാണ് സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ആപ്ലിക്കേഷൻ്റെ wearFit Pro എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. വേറെ ബോക്സിൽ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ മെയ്ഡ് ഇൻ ചൈന എന്നുള്ളൊരു ബ്രാൻഡിങ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു പിങ്ക് കളറാണ് ആ ഒരു കളറോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് നമ്മളെ വാച്ച് ഒന്ന് പുറത്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ രീതിയിലാണ് നമ്മൾ മുമ്പ് ഒരു HW22 Pro Max വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഈ രീതിയിലുള്ളൊരു ബോക്സും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നത്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വൈറ്റ് ബോക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടൂടെ വയർലെസ് ചാർജിങ് ഒന്നും കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് അത് മാറ്റി വെച്ചാൽ നമുക്ക് ബോക്സിലോട്ട് വരാം. ഇതുപോലെ ഉള്ളിൽ വരുന്ന ഒരു വൈറ്റ് ബോക്സാണ്. ഇവിടെ വാച്ചിൻ്റെ മോഡൽ നമ്പർ കൊടുത്തിട്ടുണ്ട് HW22. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ്റെ പേര്, പിന്നെ കുറച്ച് വാച്ച് ഫേസ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വേറെ ബോക്സിലുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സീരീസ് 6 എന്ന് കൊടുത്തിട്ടുണ്ട്. സ്പേസ് അലുമിനിയം കേസ് 44mm ആണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഇതിൻ്റെ കളർ മെൻഷൻ ചെയ്യാനുള്ള ഒരു ഭാഗം സ്മാർട്ട് വാച്ച് ഒന്നും വന്നിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡ് ഇതിൻ്റെ കുറച്ച് സ്പെക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പാക്കിൻ്റെ സൈസ്, അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ വെർഷൻ വന്നിട്ടുള്ളത് 5.2 ആണ്. പിന്നെ അതിൻ്റെ ചിപ്സെറ്റ്, ഡിസ്പ്ലേൻ്റെ സൈസ് വന്നിട്ടുള്ളത് 1.75 ഇഞ്ചാണ് വന്നിട്ടുള്ളത്. പിന്നെ ബ്ലൂടൂത്ത് സപ്പോർട്ട് ചെയ്യുന്നത് Android 5 മുതലും iOS 10 മുതലുമാണ്. ബാറ്ററിൻ്റെ കപ്പാസിറ്റി ഇവിടെ കാണിക്കുന്നുണ്ട് 200 mAh വരുന്നുണ്ട്. വാട്ടർ പ്രൂഫ് വരുന്നത് IP67 ആണ്. പിന്നെ ആപ്ലിക്കേഷൻ്റെ പേര് wearFit Pro എന്നും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മെയ്ഡ് ഇൻ ചൈന എന്നുള്ളൊരു ബ്രാൻഡിങ്ങും നമുക്കിവിടെ ബോക്സിൽ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഡിവൈസ് ഒന്ന് പുറത്തെടുക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും വാച്ച് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ ഒരു വാച്ചിൻ്റെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്മാർട്ട് വാച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു കാറ്റലോഗാണ്. ഇത് എല്ലാ വാച്ച് കണക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഇംഗ്ലീഷും ചൈനീസിലുള്ളൊരു കാറ്റലോഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന ഒരു വയർലെസ് ചാർജറാണ് വന്നിട്ടുള്ളത്. ഈ രീതിയിലുള്ള ഒരു വയർലെസ് ചാർജറും കാര്യങ്ങളൊക്കെ പ്യൂറായിട്ടുള്ള ആപ്പിൾ വാച്ചിലൊക്കെ വരുന്ന പോലെ തന്നെ ട്രൂലി വയർലെസ് ചാർജറാണ്. അത്യാവശ്യം നല്ല ലെങ്ത്തുള്ള കേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഉള്ളത് നമ്മളെ മെയിൻ ഡിവൈസായ വാച്ച് ഉണ്ട്. ഇതൊരു പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പിങ്ക് കളറാണ് വന്നിട്ടുള്ളത്. നോർമലി നമ്മൾ ഇതിന് മുമ്പത്തെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തിരുന്ന ബ്ലൂവും ബ്ലാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കളറാണ് ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. ഇതൊരു പിങ്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വാച്ചിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കാര്യങ്ങളൊക്കെ നോക്കാം. കണ്ടില്ല, വാച്ചിന് മൊത്തത്തിലുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം. അത് HW22 ആ ഒരു സീരീസിൽ വരുന്ന നോർമൽ സീരീസിൻ്റെ കോപ്പി ആ ഒരു രീതിയിലാണ് ഇതിലും വന്നിട്ടുള്ളത്. നല്ലൊരു എന്താ പറയുക ഫിനിഷിംഗ് ഉള്ള ലുക്ക് കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ടാണ് ഇതിൻ്റെ പവർ ബട്ടൺ വന്നിട്ടുണ്ട്. ഇത് എന്താ പറയുക വർക്കിങ്ങുള്ള പവർ ബട്ടണാണ്. അതുപോലെ തന്നെ മെയിൻ മൈക്രോഫോൺ വന്നിട്ടുണ്ട്. നമുക്ക് കോൾ എടുത്ത് സംസാരിക്കാനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ അത് വർക്കിങ്ങുള്ള ഒരു ക്രൗണാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സൈഡിലായിട്ടാണ് ഇതിൻ്റെ സ്പീക്കർ ഗ്രില്ല് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിൽ എന്താ പറയുക വയർലെസ് ചാർജർ ആയതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ ചാർജിങ്ങിൻ്റെ പോയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല. ഫുള്ളായിട്ട് സെറാമിക്കാണ്. ഈ കാണുന്നതൊക്കെ ഇതിൻ്റെ സെൻസർ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും വാട്ടർ പ്രൂഫിൻ്റെ IP67 എന്ന് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള സ്ട്രാപ്പ് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഫ്ലെക്സിബിളുമാണ്, നല്ല തിക്നെസ്സുള്ള നല്ലൊരു സ്ട്രാപ്പ് കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ വാച്ച് ഒന്ന് ഓൺ ചെയ്യാനായിട്ട് നമുക്കിവിടെ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പവർ ബട്ടൺ ഉണ്ട്. ഇതിലും ജസ്റ്റ് ഒരു പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ വാച്ച് ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വാച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് നമ്മുടെ വാച്ചിൻ്റെ ഫംഗ്ഷൻസ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന്
താഴെ മുകളിലോട്ടൊന്ന് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണുന്ന ഇവിടെ മെസ്സേജ് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ ഈ ഒരു ആപ്പിൾ വാച്ചിൽ വരുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ എന്താ പറയുക ഫോണിൻ്റെ കണക്ടിവിറ്റി കാര്യങ്ങൾ, അതുപോലെ ബ്രൈറ്റ്നസ്, പിന്നെ അതുപോലെ നമ്മുടെ ഡിവൈസ് ലോക്ക് ചെയ്തൊക്കെയുള്ള ഓപ്ഷൻ കാര്യങ്ങൾ, ബ്രൈറ്റ്നസ് ഒക്കെ ഇവിടെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ പുതുതായിട്ട് വന്നിട്ടുള്ള 2 ഫീച്ചേഴ്സാണ്. ഇത് നമുക്ക് വാലറ്റാണ്, നമ്മൾ പേപ്പാലൊക്കെ കണക്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളെ സോഷ്യൽ മീഡിയൻ്റെ QR കോഡ് കാര്യങ്ങളൊക്കെ സേവ് ചെയ്തൊക്കെ വേണ്ടിയുള്ള ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെയാണ്. അത് രണ്ടും പുതുതായിട്ട് വന്നുള്ളൊരു എന്താ പറയുക ഓപ്ഷൻ കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ഡിസൈനിങ് കാര്യങ്ങളൊക്കെ ആപ്പിൾ വാച്ചിൽ വരുന്ന ആപ്പിളിൻ്റെ ആ ഒരു സീരീസ് പോലെ തന്നെ ഇതിലും അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സെറ്റിംഗ്സിലുള്ള കാര്യങ്ങൾ സ്ക്രീൻ ടൈം ഓഫ്, അതുപോലെ തന്നെ റേസർ ടു ബാക്കപ്പ്, പിന്നെ ഡു നോട്ട് ഡിസ്റ്റർബ്, അതുപോലെ സൗണ്ട്, ലാംഗ്വേജ് സെറ്റിംഗ്സിലൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ലാംഗ്വേജ് കാര്യങ്ങളുണ്ട് കേട്ടോ, ഒരുപാടുണ്ട്. പിന്നെ മലയാളം അല്ലാത്ത ഒരുവിധപ്പെട്ട ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നീട് ഇതിലുള്ള ഓരോ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കാൽക്കുലേറ്റർ വരുന്നുണ്ട്, അതുപോലെ തന്നെ റിമോട്ട് ക്യാപ്ചറിങ് ഉണ്ട്, പിന്നെ ഹാർട്ട് റേറ്റ് ഉണ്ട്, ഒരുപാട് സ്പോർട്സ് മോഡ്സ് കാര്യങ്ങൾ, വെതർ, പിന്നെ നമ്മൾ മൊബൈലിൽ കണക്ട് ചെയ്ത മൊബൈലുള്ള വെതർ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ക്ലോക്ക് ഉണ്ട്. പിന്നെ എന്താ പറയുക, ഒരുപാട് സ്പോർട്സ് മോഡ്സ് തന്നെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടൊക്കെയുള്ള റണ്ണിങ്, സൈക്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സ്പോർട്സ് മോഡ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അതിൽ ആപ്പിൾ വാച്ചിലുള്ള സംഭവമാണ് നമ്മൾ ബ്രീത്തിൻ്റെ കാര്യങ്ങളും അതൊക്കെ ഈ ഒരു വാച്ചിലും അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മളെ വാച്ച് ലോക്ക് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുകളിൽ നിന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ലോക്കിൻ്റെ ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളെ വാച്ച് ലോക്കാണ്, ഒന്നും ആക്സസ് ചെയ്യാനോ കാര്യങ്ങളൊന്നും സാധിക്കില്ല. ജസ്റ്റ് അത് അൺലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്രൗൺ പിടിച്ചിട്ട് 3 സെക്കൻഡ് ലോങ് പ്രസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ വാച്ചോടെ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആയി വരുന്നതാണ്. പിന്നീട് നമുക്ക് നമ്മളെ വാച്ചിൽ എത്രത്തോളം വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ഒരു ക്രൗൺ ഒന്ന് പിടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി, നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, 20ഓളം വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഗ്രാഫിക്സോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളി വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മെനു സ്റ്റൈൽ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിലവിലുള്ള മെനു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ്. ഇതിൻ്റെ ആപ്പിൾ വാച്ച് സ്മാർട്ട് സ്റ്റൈൽ എന്ന് പറയുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ജസ്റ്റ് കണ്ടാവും ഈ രീതിയിൽ നല്ല ഡിസ്പ്ലേ ഒക്കെ നല്ല എന്താ പറയുക ടച്ച് റെസ്പോണ്ടും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഇത് ക്രൗൺ ഇങ്ങനെ പിടിച്ചാൽ തന്നെ നമുക്കിത് ചെറുതാക്കാനും വലുതാക്കാനും ആ രീതിയിലൊക്കെ ചെയ്യാനൊക്കെ പറ്റും. 3 ടൈപ്പ് മെനു സ്റ്റൈലാണ് വന്നിട്ടുള്ളത്. നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഈ ക്രൗണിൽ ഡബിൾ ടാപ്പ് കൊടുക്കുക. ഡബിൾ ടാപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലുള്ള വാച്ച് മെനു സ്റ്റൈൽ കാര്യങ്ങളാണ് കാണാൻ സാധിക്കും. നമുക്ക് കണ്ടില്ലേ. വീണ്ടും ഒന്നും കൂടി ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഒരു ഡബിൾ ടാപ്പും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ടൈപ്പാണ് വരുന്നത്. ഇതൊരു പുതിയ മോഡലാണ് വന്നിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ്. അങ്ങനെ ഒരു രീതിയിലുള്ള 3 ടൈപ്പ് മെനു സ്റ്റൈൽ കാര്യങ്ങൾ ഈ വാച്ചിൽ അവൈലബിൾ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മളെ വാച്ചിൻ്റെ എബോട്ട് ഇവിടെ നോക്കുന്ന സമയത്ത് എബോട്ടിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും വാച്ചിൻ്റെ എന്താ പറയുക മോഡൽ നമ്പർ, വെർഷന് കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പവർ ഓഫ് ചെയ്യാനുള്ളൊരു ആപ്ലിക്കേഷൻ രൂപത്തിൽ തന്നെ അതൊക്കെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഓപ്ഷനിൽ നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ വരുന്നത് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള QR കോഡ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് അതിന് വേണ്ട wearFit Pro എന്ന് പറഞ്ഞ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനൊക്കെ സാധിക്കും. ഓക്കെ, നമുക്ക് വാച്ച് ഒന്ന് നമ്മളിത് കയ്യിൽ ജസ്റ്റ് ഒന്ന് കെട്ടി നോക്കാം. ഈ ഒരു രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ്. ഇത് നല്ല കംഫർട്ടായിട്ട് തന്നെ കിടക്കുന്നുണ്ട് കൈമേലും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ബാക്കപ്പ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് എത്രത്തോളം ഫാസ്റ്റ് ഉണ്ട് എന്നുള്ള ജസ്റ്റ് നോക്കാം. നമുക്ക് കണ്ടില്ലേ, നല്ല ഫാസ്റ്റായിട്ട് തന്നെ ബാക്കപ്പ് ഗസ്റ്റർ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. നോർമലി ഈ HW22 ഈ ഒരു സീരീസിൻ്റെ ബാക്കപ്പ് ഗസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഫാസ്റ്റായിട്ടും നല്ല ക്വാളിറ്റിയിൽ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സംഭവമാണ്. അത് നല്ലൊരു അടിപൊളി ഒരു സ്മാർട്ട് വാച്ച് ആപ്പിൾ വാച്ച് സീരീസ് കോപ്പിയിൽ എന്താ പറയുക നല്ലൊരു കിടിലൻ ഒരു സംഭവം തന്നെയാണ് ഈ ഒരു HW22 എന്ന് പറഞ്ഞ ഈ ഒരു സീരീസ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ചാർജർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എങ്ങനെ നമ്മൾ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ഫോണായിട്ട് കണക്ട് ചെയ്യാന്നുള്ളതും വാച്ചായിട്ട് കണക്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ചാർജറാണ്. ഒരു ആപ്പിൾ വാച്ചിൽ വരുന്ന ആ ഒരു രീതിയിൽ തന്നെയുള്ള ഒരു ട്രൂലി വയർലെസ് ചാർജറാണ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ലെങ്ത്തുള്ള കേബിൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചാർജ് കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനോട് ഞാൻ എൻ്റെ ഒരു പവർ ബാങ്ക് എടുത്തിട്ടുണ്ട്. പവർ ബാങ്കിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് നോക്കാം ഏത് രീതിയിൽ വർക്ക് ചെയ്യും കാര്യങ്ങളെന്നുള്ളതൊക്കെ. ഉണ്ടോ, ജസ്റ്റ് ഒന്ന് അത് വെച്ച് കൊടുത്തിട്ടുള്ള സ്പോട്ടിൽ തന്നെ നല്ല ഫാസ്റ്റായിട്ട് തന്നെ ചാർജർ കാര്യങ്ങൾ കണക്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ വാച്ച് ഒന്ന് നമ്മളെ ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്തിട്ട് അതിലുള്ളൊരു വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ ഇതിലൊന്ന് ആഡ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളെ വാച്ച് ഈ ഒരു ആപ്ലിക്കേഷനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു wearFit Pro എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇപ്പോൾ നിലവിൽ ഒരു സംഭവം ഒന്നും കണക്ട് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് അതുമായി നമ്മളെ വാച്ചായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ പ്ലസ് ഈ ഒരു QR കോഡ് കൊടുക്കുക. അത് കൊടുത്ത ശേഷം നമുക്ക് നമ്മളെ വാച്ചിൽ ഇവിടെ ബ്ലൂടൂത്ത് ഓൺ ചെയ്ത ശേഷം മെനു എടുത്തിട്ട് ഇതിൽ ഈ QR കോഡ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് സ്കാൻ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ,
ഇപ്പോൾ നമ്മളെ വാച്ചോടെ കണക്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഓക്കെ, അപ്പോൾ നമ്മൾ വാച്ചോടെ കണക്ട് ചെയ്ത് നമുക്കിവിടെ കാണാൻ സാധിക്കും. വാച്ച് കണക്റ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. HW22 Plus എന്ന് വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മളെ വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് സാധാരണ നോർമലിവിടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ ഇതിൽ പേഡും എന്താ പറയുക ഫ്രീ ആയിട്ടുള്ളതൊക്കെ ഒരുപാട് വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വാച്ച് ഫേസ് ഇതൊന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഒരു വാച്ച് ഫേസ് ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ അവിടെ ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നിലവിൽ ഇപ്പോൾ നമ്മളെ വാച്ചിലുള്ള വാച്ച് ഫേസ് ഈ ഒരു രീതിയിലാണ്. ഡൗൺലോഡ് കൊടുക്കുക. വാച്ച് ഫേസ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണാൻ സാധിക്കും. ബ്രൈറ്റ്നസ് ലോ ആയി കിടന്നിട്ടാണ് കണ്ടോ. നല്ല ബ്രൈറ്റ്നസ്സും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ക്രിസ്പി ആയിട്ടുള്ള ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, വീഡിയോ മാക്സിമം മറ്റുള്ളവർ കൂടി ഷെയർ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ നിയാസ് മുണ്ടക്കാട് സൈനിങ് ഓഫ്. ബൈ.